അരുൺ, ആ ദുരന്തമുഖത്തേക്ക് ഓടിയെത്തിയ മാധ്യമപ്രവർത്തകനാണ് അരുൺ. ഇപ്പോൾ എന്താണ് അവിടുത്തെ സ്ഥിതി? അവിടെ മരണസംഖ്യ 40 ആയിരിക്കുകയാണ്. ഒപ്പം ഒട്ടേറെ പേർ ആശുപത്രിയിൽ കഴിയുന്നുണ്ട്. അവരുടെ പലരുടെയും നില അങ്ങേയറ്റം ഗുരുതരമാണ് എന്ന് മനസ്സിലാക്കുന്നു. ഏറ്റവും പുതിയ ഗ്രൗണ്ട് റിപ്പോർട്ട് എന്താണ് അരുൺ അവിടെ നിന്ന്? നീലിമ, ഇന്നലെ ഇതേ സമയത്താണ് ശക്തമായ തിരക്കിൽ ഒരുപാട് ആളുകൾ ശ്വാസം കിട്ടാതെ മരിക്കുന്ന സ്ഥിതി ഉണ്ടായത്. ഇന്നിപ്പോൾ 40 പേരുടെ മരണമാണ് ഇന്ന് വൈകിട്ട് വരെ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഉച്ചവരെ 39 മരണമായിരുന്നു. പിന്നീട് ഒരു കവിൻ എന്ന 32കാരൻ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആയതായിരുന്നു. പക്ഷേ വീട്ടിൽ പോയി വീണ്ടും നെഞ്ചുവേദന അനുഭവപ്പെട്ടു. തുടർന്ന് ആശുപത്രിയിൽ കാണിച്ചപ്പോഴേക്കും ആ യുവാവിന് ജീവൻ നഷ്ടപ്പെട്ടിരുന്നു, ഹൃദയാഘാതം സംഭവിച്ചിരുന്നു എന്നുള്ളതാണ്. അത്രയേറെ തിക്കിലും തിരക്കിലും പെട്ട് 40 മരണങ്ങൾ സംഭവിച്ചിരിക്കുന്നു. ആ 40 മരണങ്ങൾ മാത്രമല്ല, നിരവധി ആളുകൾക്കാണ് ഈ അപകടത്തിൽ പരിക്കേറ്റിരിക്കുന്നത്. 40-ലേറെ ആളുകൾ പരിക്കേറ്റ് ചികിത്സയിൽ തുടരുന്ന ഒരു സാഹചര്യം ഇപ്പോഴും ഉണ്ട്. പലരും തേങ്ങുന്ന കാഴ്ചയാണ്. ഇന്ന് അതിരാവിലെ നമ്മൾ ഈ കരൂരിലേക്ക് എത്തിയപ്പോൾ മുതൽ കാണുന്നത് ഹൃദയഭേദകമായിട്ടുള്ള കാഴ്ചകളാണ്. വിജയുടെ ഈ പരിപാടി നടന്ന വേലുച്ചാമിപുരത്ത്, ആ വേലുച്ചാമിപുരത്തെ പരിപാടി നടന്ന കരൂരിൽ നിന്നും ഈറോഡിലേക്കുള്ള പ്രധാന പാതയുടെ ആ ഭാഗത്ത് മുഴുവൻ ചെരുപ്പുകളും വസ്ത്രങ്ങളും ബാഗുകളും തുടങ്ങി ആളുകളുടെ അവരുടെ സാധനങ്ങളൊക്കെ ഇങ്ങനെ റോഡരികിൽ കൂനകൾ പോലെ കൂടിക്കിടക്കുകയാണ്. പലയിടത്തും രക്തം കാണാൻ കഴിയുന്നു. ഒരിടത്ത് മരം കടപുഴകി അതിൻ്റെ കൊമ്പ് പൊട്ടി വീണിരിക്കുന്ന സാഹചര്യം. ഒപ്പം തന്നെ ദൃക്സാക്ഷികളായ ആളുകളുടെ വിവരണങ്ങൾ, ആ വിവരണങ്ങളൊന്നും കേട്ടു നിൽക്കാൻ കഴിയാത്ത തരത്തിലായിരുന്നു. പലരുടെയും കണ്ണുകൾ നിറയുകയായിരുന്നു അതിനെക്കുറിച്ച് പറയുന്ന സമയത്ത്. കാരണം അവിടെ പെട്ടെന്നുണ്ടായ ആ തിക്കും തിരക്കും പിന്നീട് അവിടെ വലിയ ഒരു ദുരന്തമായി മാറുകയായിരുന്നു എന്നുള്ളതാണ്. 7:30, അതായത് വിജയ് എത്തുന്നത് ഒരു 6:50-നാണ്. തുടർന്ന് ഒരു 7:30 വലിയ രീതിയിലുള്ള തിക്കും തിരക്കും വന്നിങ്ങനെ ഒരു അപകടം ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. വിജയെ സംബന്ധിച്ചിടത്തോളം സെപ്റ്റംബർ 13-ാം തീയതിയാണ് വിജയുടെ ഈ സംസ്ഥാന പര്യടനം TVK എന്ന രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ചതിന് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള രാഷ്ട്രീയ പ്രചാരണം. തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിക്കുന്നത് സെപ്റ്റംബർ 13-ാം തീയതിയാണ്. അന്ന് തിരുച്ചിറപ്പള്ളിയിൽ നിന്നായിരുന്നു ഈ പരിപാടി ആരംഭിച്ചത്. അതിനുശേഷം 4 ജില്ലകൾ വിജയ് പരിപാടി സംഘടിപ്പിക്കുകയുണ്ടായി. തുടർന്ന് ഇന്നലെ 2 സ്ഥലങ്ങളിലായിരുന്നു പരിപാടി സംഘടിപ്പിക്കുന്നതിന് വേണ്ടി തീരുമാനം എടുത്തിരുന്നത്. ഒന്ന് നാമക്കല്ലിലാണ്. രാവിലെ ആയിരുന്നു നാമക്കല്ലിൽ പരിപാടി നിശ്ചയിച്ചിരുന്നത് 8 മണിയോടുകൂടെ. അതിനുശേഷം പിന്നീട് ഒരു ഉച്ചയോടുകൂടെ ഈ കരൂരിലും പരിപാടി നിശ്ചയിക്കുകയായിരുന്നു. ആദ്യഘട്ടത്തിൽ ഇതിന് അനുമതി നൽകാത്ത സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. കരൂരിൽ 3 സ്ഥലങ്ങൾ വിജയ് ആ പരിപാടി നടത്തുന്നതിന് വേണ്ടി അവർ ആ TVK പറയുകയുണ്ടായി. പക്ഷെ ആ 3 സ്ഥലങ്ങളും അനുവദിച്ചില്ല. പിന്നീട് പോലീസ് പറഞ്ഞ ഒരു സ്ഥലമായിരുന്നു, ഒരു സ്പേസ് ആയിരുന്നു ഈ വേലുച്ചാമിപുരത്തെ കരൂര് ഈറോഡ് പാത എന്നുള്ളതാണ്. ഏതായാലും ആ കരൂർ ഈറോഡ് പാതയിലേക്ക് ഉച്ചയ്ക്ക് ആയിരുന്നു വിജയ് എത്തേണ്ടിയിരുന്നത്. പക്ഷേ വിജയ് ഉച്ചയ്ക്ക് എത്തിയില്ല എന്ന് മാത്രമല്ല, ഒരുപാട് സമയം, ഏകദേശം 6 മണിക്കൂറോളം വൈകിയാണ് ആ പരിപാടി സ്ഥലത്തേക്ക് എത്തിയത്. അപ്പോഴേക്കും അതിരാവിലെ മുതൽ തന്നെ വിജയുടെ ആരാധകരായ ആളുകളാണെങ്കിലും TVK പ്രവർത്തകരാണെങ്കിലും ഒക്കെ അവിടെ കൂടി തിങ്ങി വിങ്ങി നിൽക്കുകയായിരുന്നു. അവർ രാവിലെ മുതൽ തന്നെ വെള്ളവും ഭക്ഷണവും ഒന്നുമില്ലാതെ നിൽക്കുകയായിരുന്നു. പിന്നീട് ആ ആൾക്കൂട്ടത്തിനിടയിലേക്കാണ് വിജയുടെ ആ കാരവാൻ വരുന്നത്. കാരവാൻ ഏകദേശം 1 കിലോമീറ്ററോളം ദൂരം ഇങ്ങനെ പതിയെ സഞ്ചരിച്ച് അതിന് ഇടയിലേക്ക് ഇടിച്ചു കയറി വരുന്ന ഒരു സാഹചര്യമായിരുന്നു. പൊതുവെ ആ സമയത്ത് വിജയുടെ ആ TVK പ്രവർത്തകർ ആദ്യഘട്ടത്തിൽ തന്നെ, അതായത് തിരക്ക് തുടങ്ങിയ ഭാഗത്തു നിന്ന് തന്നെ അവിടെ നിന്നും സംസാരിക്കാൻ പറഞ്ഞപ്പോൾ ഇല്ല, തങ്ങൾക്ക് ഈ ഒരു പ്രത്യേക പോയിന്റിൽ എത്തിയാൽ അവിടെ മൈക്കിന് സൗണ്ട് ലഭിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് ആൾക്കൂട്ടത്തിന് ഉള്ളിലേക്ക് വരികയായിരുന്നു. തുടർന്നാണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകുന്നത്. ഏതായാലും ആ ദാരുണമായിട്ടുള്ള അപകടത്തിൽ 40 പേർക്ക് ഇപ്പോൾ ജീവൻ നഷ്ടമായിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നിപ്പോൾ ആ അപകടത്തെ തുടർന്നുള്ള പുതിയ അപ്ഡേറ്റുകൾ ഇന്ന് നടന്നത് എന്നുള്ളത്.